അടുത്ത വീഡിയോ മൾട്ടി ലെവൽ ഇൻഡെക്സിങ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഈസ് നമ്മൾ സിംഗിൾ ലെവൽ ഇൻഡെക്സിങ് ആണ് ഇത്രയും നേരം പഠിച്ചത്. പ്രൈമറി പഠിച്ചു, ക്ലസ്റ്ററിങ് പഠിച്ചു, സെക്കൻഡറി ഇൻഡെക്സിങ് പഠിച്ചു. ഓക്കെ, ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിക്കും. അതുപോലെ പ്രൈമറി ഇൻഡെക്സിങ്ങിനും അതേപോലെ സെക്കൻഡറി ഇൻഡെക്സിങ്ങിനും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അത് ഓൾറെഡി ഇപ്പോൾ തൊട്ട് പറയും ഞാൻ വീഡിയോ ഇടും കേട്ടോ. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് ചെയ്യാം. പിന്നെ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പം ഞാൻ ഹോംവർക്ക് പോലെ തരാം. അതും കൂടി ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഓരോ ടേംസും മനസ്സിലാക്കണം. ശരി, അപ്പോൾ നമുക്കിനി അടുത്ത സിംഗിൾ ലെവൽ ഇൻഡെക്സിങ് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന മൾട്ടി ലെവൽ ഇൻഡെക്സിങ്. അത് അന്ന് തന്നെ ഞാനത് എന്താണ് മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്നൊക്കെ നമ്മളൊരു ചെറിയൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ലെവലായിട്ട് ഇൻഡെക്സ് ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ്. ശരി, നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മളെ മെയിൻ ഐഡിയ എന്തിനാണ് മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഐഡിയ മീൻസ് ടു റെഡ്യൂസ് ദ പാർട്ട് ഓഫ് ദ ഇൻഡെക്സ് ദാറ്റ് വി കണ്ടിന്യൂ ടു സെർച്ച്. അതായത് നമ്മൾ ഇൻഡെക്സിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡേറ്റയിലോട്ട് എത്താൻ വളരെ ഈസിയാണ്, അല്ലെങ്കിൽ അതിനാണ് നമ്മളൊരു ആക്സസ് സ്ട്രക്ചറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇൻഡെക്സ് ബ്ലോക്ക് തന്നെ ഉണ്ട്. ഒരു 442 ബ്ലോക്സ് ഒക്കെ അല്ലെങ്കിൽ 45 ബ്ലോക്സ് ഒക്കെ. അപ്പം എന്താ ഈ ഡേറ്റ ബ്ലോക്സിനെയൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ പോലും അവിടെ ഒരുപാട് ബ്ലോക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേയും കൂടി സമയം അല്ലെങ്കിൽ കുറേയും കൂടി ബ്ലോക്ക് ആക്സസ് ചെയ്യുമ്പോഴേ നമുക്ക് ഐഡിയ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് വേണ്ട ഡേറ്റ എൻട്രി കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം അതിനേക്കാളും കുറച്ചുകൂടി ദാറ്റ് ഈസ് നമുക്ക് ആ ബ്ലോക്കിനെ പല പല ലെവലുകളാക്കി കഴിഞ്ഞാൽ സെർച്ചിങ് കുറച്ചും കൂടി ഈസി ആക്കാം. അതാണ് മെയിൻ മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങിൻ്റെ ഐഡിയ. മനസ്സിലായോ? നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഏരിയനെ നമ്മൾ കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ സെർച്ച് സ്പേസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. നമുക്ക് സെർച്ച് ചെയ്യേണ്ട സ്പേസിനെ കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്ത് എടുക്കാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ബ്ലോക്കിനെ ആക്സസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടതിനേക്കാളും വളരെ കുറച്ച് ബ്ലോക്ക് ആക്സസിൽ കൂടെ തന്നെ നമുക്ക് ഇൻഡെക്സ് എൻട്രി ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിന് മുമ്പ് നിങ്ങളൊരു ടേം അറിയണം. എന്താണ് ഫാൻ ഔട്ട്? അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സൊക്കെ ഓൾറെഡി ഫാൻ ഇൻ ഫാൻ ഔട്ട് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു കേസിൽ മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഫാൻ ഔട്ട് എന്താണെന്ന് ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷനോ ഡെഫിനിഷനോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഇവിടുത്തെ മീനിങ്ങിൽ എന്താണ് ഫാൻ ഔട്ട് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, ഇത് നമ്മളൊരു ഇൻഡെക്സ് ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക്. അതായത് ഒരു ബ്ലോക്കിൽ എത്ര ഇൻഡെക്സ് എൻട്രികൾ നമുക്ക് വെക്കാൻ പറ്റുമെന്നുള്ളതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഒരു ഇൻഡെക്സ് ബ്ലോക്കിനകത്ത് എനിക്ക് 4 എൻട്രികളെ കാണത്തുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുന്ന് 4 ബ്ലോക്കിലോട്ട് എനിക്ക് ഇവിടുന്ന് ഒരു പോയിൻ്റർ കാണുമെന്നല്ലേ. മനസ്സിലായോ? അതായത് എത്ര ആയിരുന്നോ എനിക്ക് വന്ന ബ്ലോക്കിംഗ് ഫാക്ടർ അത്രയും ഔട്ട്പുട്ട് പോയിൻറ്റേഴ്സ് ഇവിടുന്ന് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കാണും. മനസ്സിലായോ? അപ്പോൾ ഫാൻ ഔട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിൽ നിന്നും എത്ര ഔട്ട്പുട്ട് പോയിൻറ്റേഴ്സ് ഉണ്ടോ, ഔട്ട്പുട്ട് ബ്ലോക്ക് പോയിൻറ്റേഴ്സ് ഉണ്ടോ, ആ പോയിൻറ്റേഴ്സിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അത്രയും ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഇവിടെ എത്ര ഇൻഡെക്സ് എൻട്രികളുണ്ടോ അത്രയും പോയിൻ്റർ ഔട്ട്പുട്ടിലും കാണും. അപ്പോൾ ഇൻ ടേംസ് സിംപ്ലി നമുക്ക് പറയാം എത്ര എൻട്രീസ് ഈ ഒരു ബ്ലോക്കിലുണ്ടോ അത്രയും ഫാൻ ഔട്ടും ഈ ബ്ലോക്കിനുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഈ ടേം പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബ്ലോക്കിംഗ് ഫാക്ടർ നമ്മൾ 4 എന്ന് കണ്ടുപിടിച്ചാൽ അത് ആ വാല്യൂ തന്നെയായിരിക്കും ഈ ഒരു ബ്ലോക്കിൻ്റെ ഫാൻ ഔട്ട് എന്നും പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫാൻ ഔട്ട് എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്മോൾ f0 എന്നായിരിക്കും. ഈ ഒരു ബ്ലോക്കിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടറും 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാൻ ഔട്ട് എന്ന് പറയുന്നത് 4 ആണ്. മനസ്സിലായോ? ശരി, ഇനി നേരത്തെ നമ്മൾ ബൈനറി സെർച്ചിങ് ആണ് യൂസ് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ അവിടുത്തെ കേസിൽ എങ്ങനെയാണ്? നമ്മളൊരു ബ്ലോക്ക് കണ്ടു, ആ ബ്ലോക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ബ്ലോക്ക് എന്താ പറയുക ഇവിടുന്ന് ഡയറക്റ്റ് ആ ഡേറ്റ ബ്ലോക്കിനകത്തോട്ട് പോകുമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരിടത്തുനിന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, വെറും 2 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്ത് പോകുന്നതിനേക്കാളും നമ്മൾ ഒരു ബ്ലോക്കിൽ നിന്നും ഒന്നിൽ കൂടുതൽ ബ്ലോക്ക്, അതായത് ഇതൊരു ഇൻഡെക്സ് ബ്ലോക്കാണ്. ഈ ഇൻഡെക്സ് ബ്ലോക്കിന് ഇപ്പോൾ ഇവിടെ കണ്ടോ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും ഈ ഇൻഡെക്സ് ബ്ലോക്ക് വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് നിന്ന് വീണ്ടും 4 എണ്ണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. കുറച്ച് ബ്ലോക്ക് ആക്സസ് മതിയാവും. ഇത് സെർച്ചിങ് സ്പേസിങ്ങിനെ
വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, കാരണം നമ്മൾ കുറേ കൂടി ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ അത് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുകൊണ്ട് ഇവർ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ട ഈ റെക്കോർഡ് സ്പേസിനെ, ഒറിജിനൽ റെക്കോർഡ് സ്പേസിനെ നമ്മൾ എത്ര അതായത് ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് എത്ര ഫാൻ ഔട്ട് ഉണ്ടായിരുന്നോ അത്രയും ഫാൻ ഔട്ടുകളായിട്ട് ഓരോ തവണയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി, ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ നോക്കി ദാണ്ട് ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് 4 ഇൻഡെക്സ് എൻട്രികളാണ് ഉള്ളത്. അതായത് 4 ബ്ലോക്കിംഗ് ഫാക്ടർ വാല്യൂ 4ആണ്. അതിൻ്റെ അർത്ഥം ഇതിനകത്തുനിന്ന് 4 ഫാൻ ഔട്ട് കാണുമെന്ന് അർത്ഥം. മനസ്സിലായോ? ഈ 4 പോയത് ഡയറക്റ്റ്ലി ഡേറ്റ ബ്ലോക്കിലോട്ടല്ല, പകരം വീണ്ടും വേറെ 4 ഇൻഡെക്സ് ബ്ലോക്കുകളിലേക്കാണ്. കണ്ടോ? ഇതിനകത്ത് ഈ ഓരോ ഡേറ്റ ബ്ലോക്കുകളും വീണ്ടും 4, ഇവിടെ എന്തായാലും ഇവിടെ 4 ഉള്ളെങ്കിൽ ഇവിടെ 4 കാണത്തുള്ളൂ. കാരണം ഇൻഡെക്സ് ബ്ലോക്കിനെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രയാണ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്നുള്ളത്, അല്ലാതെ ഓരോ ലെവലിലും മാറത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് നോക്കി 4 എണ്ണം. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്നും വീണ്ടും 4 ഡേറ്റ ബ്ലോക്കുകളിലേക്ക് പോകുന്നുണ്ട്. കണ്ടോ? വീണ്ടും ഇവിടെ നിന്നെടുത്ത് ഇവിടുന്ന് 4 ഡേറ്റ ബ്ലോക്ക്. കാരണം ഓരോ തവണയും നമ്മൾ വരുമ്പോൾ ഓരോ ലെവലിലെത്തുമ്പം എത്രയാണോ ഇതിൻ്റെ ഫാൻ ഔട്ട് അത്രയും ഫാൻ ഔട്ടുകളായിട്ട് വീണ്ടും ഡിവൈഡ് ആവും. കണ്ടോ? ഇവിടുന്നും വീണ്ടും 4 എണ്ണം ഡിവൈഡ് ചെയ്യുന്നു, ഇവിടുന്നും 4 എണ്ണം, അങ്ങനെ. ദാറ്റ് ഈസ് എത്ര പല ലെവലിൽ എത്ര ഇൻഡെക്സ് ബ്ലോക്കുകളുണ്ടോ അവിടെ നിന്ന് അത്രയും ഫാൻ ഔട്ട് ലെവലിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. അതാണ് ഈ ടേം ഇവിടെ ഈ പറയുന്ന ഡെഫിനിഷൻ. ഡിവൈഡ് ദ റെക്കോർഡ് സെർച്ച് സ്പേസ് ഇൻറ്റു n ways at each step. ഇവിടെ നിന്ന് എന്നെ ഉദ്ദേശിച്ചത് ഫാൻ ഔട്ടാണ്. നമ്മൾ മറ്റ് ബൈനറി സെർച്ച് ആകുമ്പം ഒരു ദിനത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നീ ഈ ഒരു മിഡ് വാല്യൂവിൻ്റെ ഒന്നീ മുകളിൽ അല്ലെങ്കിൽ മിഡ് വാല്യൂവിന് താഴെ, അതിന് 2ആയിട്ടല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് തരുന്നതിനെ എത്രയായിരുന്നോ ഫാൻ ഔട്ട് അത്രയും ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഒരു 13 അല്ല 12 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തോട്ട് കയറും, 2ൻ്റെയും 35ൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ 2-നകത്ത് എന്തായാലും വരത്തുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം ഇതിൻ്റെ ബ്ലോക്കിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ നോക്കി എനിക്ക് വേണ്ടത് 12 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ 2 ഉണ്ട്, 18 ഉണ്ട്, 8 ഉണ്ട്, 15 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 8ൻ്റെയും 15ൻ്റെയും ഇടയ്ക്കാണ് എനിക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഞാൻ 8 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ എനിക്ക് 12 കിട്ടി. കണ്ടോ? കുറച്ചുകൂടി പെട്ടെന്ന് എനിക്ക് ബ്ലോക്ക് ആക്സസ് ചെയ്യും നടത്താൻ പറ്റും. ഇപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ ഡിവൈഡ് ചെയ്തല്ലാതെ ഇത്രയും ബ്ലോക്കിനകത്ത് പിന്നെ കണ്ടുപിടിക്കുന്നത് ഈ 4 എണ്ണത്തിലേക്ക് ഇത് കാണത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? ശരി. അപ്പം അതായത് ഒരു ഇൻഡെക്സ് ഈ സെർച്ചിങ് സ്പേസിനെ വീണ്ടും എത്രയാണോ ഫാൻ ഔട്ട് ഉള്ളത് അത്രയുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഓരോ തവണയും നമ്മൾ ഓരോ സ്റ്റെപ്പിലും ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് നമ്മളിവിടുത്തെ ഒരു മെയിൻ പോയിൻ്റ് ഇതാണ്. ഒരു മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മാക്സിമം ലോഗ് bi⁴ ബ്ലോക്ക് ആക്സസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ലോഗ് b⁴ എന്നൊരു ടേം ഇവിടെ എഴുതിയത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് ബൈനറി സെർച്ചിങ് ആയതുകൊണ്ടാണ്. ബൈനറി സെർച്ചിങ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, സോർട്ടഡ് ആയിട്ടുള്ള അറേ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നീ മിഡിൻ്റെ മുകളിലോട്ടുള്ളൊരു ഏരിയയും അല്ലെങ്കിൽ മിഡിൻ്റെ താഴെയായിട്ടുള്ളൊരു ഏരിയയും അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് ഓൾറെഡി എഴുതിയേക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ, നമ്മൾ 2ആയിട്ടല്ലല്ലോ ഓരോ തവണയും ഡിവൈഡ് ചെയ്യുന്നത്. എത്ര ഫാൻ ഔട്ടുകളുണ്ടോ അത്രയും ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് 2ന് പകരം ഇവിടെ ഫാൻ ഔട്ട് എന്ന ടേം ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ബ്ലോക്ക് ആക്സസുകളായിരിക്കും നമുക്ക് ഇൻഡെക്സ് ബ്ലോക്കിനകത്ത് സെർച്ച് ചെയ്യേണ്ടി വരിക. മനസ്സിലായോ? അപ്പം ഇതാണ് ഒരു ബൈനറി സെർച്ചിനേക്കാളും കുറച്ച് ബ്ലോക്ക് ആക്സസുകളെ നമുക്കിവിടെ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണേ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ അതിനകത്ത് ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ദാറ്റ് ഈസ് മൾട്ടി ലെവലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നീ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച പ്രൈമറി ഇൻഡെക്സിങ്ങോ ക്ലസ്റ്ററിങ്ങോ സെക്കൻഡറി ഇൻഡെക്സിങ്ങോ ഏത് വേണമെങ്കിലും ഈ ഇൻഡെക്സിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഇൻഡെക്സിംഗ് ആണ്. പ്രൈമറി ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്താ? എത്ര ബ്ലോക്കുകളുണ്ടോ ആ ഓരോ ബ്ലോക്കിനും ഇവിടെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് എൻട്രികളും കാണും. അതുപോലെ ഇതെല്ലാം പ്രൈമറി വാല്യൂസ് ആയിരിക്കും. അതുപോലെ ഇതെല്ലാം സോർട്ടഡും ആയിരിക്കും. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ആ ബ്ലോക്കിൻ്റെ ആങ്കർ ഫീൽഡിലോട്ടായിരിക്കും ഇത് പോയിൻ്റ് ചെയ്യുന്നത്. നോക്കിയേ, അതാണ്ട് ഇവിടെ 2-നെയാണ് ഇവിടെ പോയിൻ്റ് ചെയ്യുന്നത്, ഇവിടെ 8-നെ, ഇവിടെ 15-നെ, ഇവിടെ 24-നെ. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ശരി. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ദാണ്ട് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്നു. ഇത്രയും മാത്രമേ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 2 ലെവലുകളായി മാറുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നാളും കണ്ടുപിടിച്ച ബ്ലോക്കിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നോക്കി, ഇപ്പം ആദ്യം വരുന്നത് ദാറ്റ് ഈസ് ഡേറ്റ ബ്ലോക്കിനെ ഡയറക്റ്റ് ഇൻഡെക്സിങ്, ഏത് ഇൻഡെക്സിങ് ബ്ലോക്കിൽ നിന്നാണ് ഡയറക്റ്റ് ഡേറ്റ ബ്ലോക്കിലോട്ട് പോകുന്നത് ആ ലെവലിനെ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ബേസ് ലെവൽ ഓഫ് ഇൻഡെക്സ് ബ്ലോക്സ് എന്ന് പറയും.
ഈ ഫസ്റ്റ് ലെവലിനെ ഇൻഡെക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ബ്ലോക്കിനെ നമ്മൾ സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ബ്ലോക്സ് എന്ന് പറയും. ടോപ്പ് ലെവൽ എന്ന് പറയണമെങ്കിൽ ഇതിപ്പം ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 2 ലെവൽ കൊണ്ട് തന്നെ ഇവിടൊരു ദാറ്റ് ഈസ് അവസാനം എവിടെയാണ് ഒരു സിംഗിൾ ലെവൽ ബ്ലോക്കിൽ എത്തുന്നത് അതുവരെ ഈ ലെവലിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുവരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ എവിടെയാണോ ഒരു സിംഗിൾ ബ്ലോക്ക് ഉള്ളത് അതാണ് ടോപ്പ് ബ്ലോക്ക്. നോക്കി ഇത് കണ്ട ട്രീ സ്ട്രക്ചർ പോലെ ഇരിക്കും. ഇത് ടോപ്പ് ലെവൽ. ഡേറ്റ ബ്ലോക്കിൻ്റെ കൂടെ വളരെ അടുത്ത് നിൽക്കുന്നതിനെ ഫസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ബേസ് ലെവൽ എന്ന് പറയും. ഇതിനെ ഇൻഡെക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് സെക്കൻഡ് ലെവൽ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുണ്ടെങ്കിൽ അത് തേർഡ് ലെവൽ എന്ന് പറയും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഈ ഓർഗനൈസേഷനെ നമ്മൾ ISAM ഓർഗനൈസേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് എന്നും പറയും, ISAM. അപ്പോൾ എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ ISAM ഓർഗനൈസേഷനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പം മൾട്ടി ലെവൽ ഇൻഡെക്സിങ് ഒരു മനസ്സിലാക്കണമേ. ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ദാറ്റ് ഈസ് മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും that is multi-level scheme described can be used on any type of primary indexing, clustering, secondary indexing. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങിൻ്റെ ആ ഇൻഡെക്സ് ബ്ലോക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ എക്സാമ്പിളെല്ലാം പ്രൈമറി ഇൻഡെക്സിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ശരി, ദ ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ദ സെക്കൻഡ് ലെവൽ ആൻഡ് ഫോർ ഓൾ സബ്സിക്വൻറ്റ് ലെവൽ ഇസ് സെയിം. അതെന്താണെന്ന് പറഞ്ഞു തരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇവിടെ വെച്ചിട്ട് ഇതിന് എത്ര ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കിംഗ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അത് തന്നെ ആയിരിക്കും ഏത് ലെവൽ ഇൻഡെക്സ് ബ്ലോക്ക് എടുത്താലും അത്രയും എൻട്രികൾ തന്നെ കാണാൻ പാടുള്ളൂ. കാരണം ഒരു ബ്ലോക്കിൽ എത്ര ഇൻഡെക്സ് എൻട്രികൾ വെക്കാൻ പറ്റും എന്നുള്ളതാണ് BFRI അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഇങ്ങോട്ടും ഇൻഡെക്സ് ബ്ലോക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 2 എൻട്രികളെ പറ്റുമെങ്കിൽ ഈ ലെവലിൽ 2 എൻട്രിയെ പറ്റൂ, ഈ ലെവലിൽ 2 എൻട്രിയെ പറ്റൂ. അതുകൊണ്ടാണ് അത് വേറെ ടൈമിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ദ ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ദ സെക്കൻഡ് ലെവൽ and for all subsequent levels is the same as the first level എന്തായിരുന്നോ അതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ അത് തന്നെയായിരിക്കും ബാക്കി ലെവൽസിലും വരിക. മനസ്സിലായല്ലോ? ശരി, അപ്പം ഇനി ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സപ്പോസ് നമുക്ക് ഈ ഡേറ്റ ബ്ലോക്സ് ആണ് ഈ തന്നേക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പം ഈ ഡേറ്റ ബ്ലോക്കുകൾ R1 ഞാൻ ജനറലി പറയുവാണേ, എനിക്ക് ക്യാപിറ്റൽ R1 ബ്ലോക്കുകളുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇൻഡെക്സിങ് എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡെക്സിങ് ആണ്. പ്രൈമറി ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്താ? എത്ര ബ്ലോക്കുകളുണ്ടോ അത്രയും എൻട്രികൾ കാണും അല്ലേ? ഓക്കെ. സോ അപ്പം ഇവിടെ എനിക്ക് ആക്ച്വലി എന്താ പറയുക R1 ബ്ലോക്കുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ലെവലിലെ ഇൻഡെക്സ് ബ്ലോക്കുകൾ മൊത്തം എനിക്ക് R1 എൻട്രികൾ വെക്കണം. പക്ഷേ ഒരു ബ്ലോക്കിൽ മാക്സിമം എനിക്ക് 2 എണ്ണേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ ദാണ്ട് ഒരു 4 ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് ഈ എല്ലാ ഇൻഡെക്സ് എൻട്രികളെയും എനിക്ക് എന്താ പറ്റുക ഇതിനകത്തുനിന്ന് പോയിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലായി. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്, ഇവിടെ എത്ര ബ്ലോക്കുകളുണ്ടോ അത്രയും R1 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ R1 ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഫസ്റ്റ് ലെവലിൽ മൊത്തം കൂടെ R1 എൻട്രി കണ്ട് ഇവിടെ 1 2 3 4 5 6 അങ്ങനെ മൊത്തം R1 എൻട്രികൾ കാണുമെന്നാണ് എൻ്റെ അർത്ഥം. ദെൻ ആ ഓരോ ബ്ലോക്കിലും എത്ര ഇൻഡെക്സ് എൻട്രി വെക്കാം എന്നുള്ളതിന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവും ഒരു ബ്ലോക്കിൽ 2 എണ്ണമാണോ 4 എണ്ണമാണോ 5 എണ്ണമാണോ വെക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവും. അതാണ് ഇവിടെ നിന്നുള്ള എന്താ പറയുക നമ്മളുടെ ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടി. അപ്പോൾ ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ 2 ആയിട്ടെന്ന് ഞാനങ്ങ് എടുക്കുക. സോ അപ്പം ഈ ബ്ലോക്കിൽ ഇവിടെ ഒരു 4 ബ്ലോക്ക് വെച്ചിട്ട് ഫസ്റ്റ് ലെവലിൽ 4 ബ്ലോക്ക് വെച്ചിട്ട് ഈ R1 ബ്ലോക്സിനെയും എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടുന്ന് ഈ 2 എണ്ണം, ഇതിനകത്ത് നിന്ന് ഈ 2 എണ്ണം, ഇവിടുന്ന് ഈ 2 എണ്ണം, ഇവിടെ ഈ 2 എണ്ണം. പ്രൈമറി ഇൻഡെക്സിങ് ആയതുകൊണ്ട് ഈ ആങ്കർ ഫീൽഡിലോട്ട് മാത്രമേ ഇവിടുന്ന് പോയിൻ്റ് ചെയ്യത്തുള്ളൂ. കണ്ടോ, റെഡിയാണോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ മൊത്തം എത്ര ഇൻഡെക്സ് ഇവിടുന്നും അപ്പം വീണ്ടും നോക്കിയേ. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ബ്ലോക്കല്ല, ഇവിടെ 4 ബ്ലോക്കാണ് ഉള്ളത്. എപ്പോഴാണ് ഇതൊരു ഒരു ബ്ലോക്കായി മാറുന്നത് അതുവരെ നമ്മളിങ്ങനെ ലെവലുകളാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ കൊണ്ട് നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിലോട്ട് പോകും. അപ്പോൾ സെക്കൻഡ് ലെവലിൽ നിന്ന് ആലോചിച്ച് നോക്കി, അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഇൻഡെക്സിങ് ആണ്. അപ്പം പ്രൈമറി ഇൻഡെക്സിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ എത്ര ബ്ലോക്കുകൾ ഉണ്ടായിരുന്നോ അത്രയും എൻട്രി ഇവിടെ ഒരു എൻട്രി കാണണമായിരുന്നു. ഇവിടെ നമുക്കുള്ളത് എത്ര ബ്ലോക്കാണ്? 4 ബ്ലോക്കല്ലേ. അപ്പം ഇവിടുത്തെ 4 ബ്ലോക്ക് ഇവിടെ 4 ബ്ലോക്ക് വേണമെന്ന് മനസ്സിലായത് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോഴാണ്. ഇവിടുത്തെ മൊത്തം എത്ര റെക്കോർഡ്സ്? R1 റെക്കോർഡ്സ് ഡിവൈഡ് ബൈ BFRI നമ്പർ ഓഫ് ബ്ലോക്സ്
റിക്വയർഡ് എന്ന് പറഞ്ഞാൽ R1 ഡിവൈഡ് ബൈ BFR നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഞാൻ BFR തന്നെയല്ലേ ഇവിടെ F0 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഫോമുലയിൽ R2 ദാറ്റ് ഈസ് ഇവിടുന്ന് എത്ര എൻട്രി ഇനി സെക്കൻഡ് ലെവലിലോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് അതിന് കണ്ടുപിടിച്ചാണ് R1 ഡിവൈഡ് ബൈ F0. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ 4 എന്ന് കിട്ടുവാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ അർത്ഥം ഈ സെക്കൻഡ് ലെവലിൽ നമുക്ക് 4 എൻട്രികൾ അല്ലെങ്കിൽ R2 എൻട്രികൾ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം R2 എൻട്രീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ബ്ലോക്കിൽ മാക്സിമം 2 എണ്ണേ വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ R2 വെക്കാൻ എത്ര ബ്ലോക്ക് വേണം? അതിന് വീണ്ടും ഫോമുല R2 ഡിവൈഡ് ബൈ F0. അപ്പോൾ മനസ്സിലായി എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഞാൻ 4 എണ്ണം വെച്ചതുകൊണ്ട് ഇവിടെ മനസ്സിലായി 2 ബ്ലോക്ക് മതിയാവും. നോക്കി 2 ബ്ലോക്കിൽ ഇവിടെ 2 എണ്ണം ഇത് 2 റെപ്രസെൻറ്റ് ചെയ്യാം. ഈ 2 എണ്ണത്തിന് ഇവിടുത്തെ 2 എൻട്രിന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സെക്കൻഡ് ലെവലിൽ ഇപ്പോൾ നമുക്ക് 2 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. കിട്ടിയോ? ഇവിടുത്തെ 8 എണ്ണത്തിന് ഇവിടെ 4 ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ അത്രയും എൻട്രികൾ ഇവിടെ വരണമായിരുന്നു. അത്രയും ഇവിടെ എത്ര ബ്ലോക്ക് അത്രയും. ഇപ്പോൾ ഇവിടെ 8 ബ്ലോക്ക് അല്ലേ? അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ 8 എൻട്രി വന്നേണ്ട. ഈ 8 എൻട്രി എത്ര ബ്ലോക്ക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ R1 ബൈ F0 വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന എത്ര ബ്ലോക്ക് വെച്ചിട്ട് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി 2 എൻട്രിയെ ഒരു ബ്ലോക്കിൽ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് 4 ബ്ലോക്ക് വെച്ചിട്ട് ഈ 8 എൻട്രികളെ ഈ 8 ഡേറ്റ ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി നമ്മൾ ഇതിനൊരു ഇൻഡെക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഈ 4 ബ്ലോക്ക് അപ്പോൾ ഇവിടെ മൊത്തം 4 എൻട്രികൾ വരേണ്ടി വരും. ഈ 4 എൻട്രിക്ക് എത്ര ബ്ലോക്ക് വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് R2 ഡിവൈഡ് ബൈ F0 ചിലപ്പോൾ മനസ്സിലായി 2 ബ്ലോക്ക് മതിയെന്ന്. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് മൊത്തം ഈ 4 എൻട്രികളെയും നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ആവുന്നിടം വരെ ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോയി അടുത്ത ലെവലിൽ അപ്പോൾ ഇവിടെ എത്ര എൻട്രികൾ വേണം? ഇവിടെ 2 ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ 2 എൻട്രി മതിയാവും. മനസ്സിലായോ? 2 എൻട്രി ആയതുകൊണ്ട് അതൊരു ഒറ്റ ബ്ലോക്ക് മതിയില്ല. ഒറ്റ ബ്ലോക്കിൽ 2 എൻട്രി വരെ മാക്സിമം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ 2 ബ്ലോക്കിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് 1 2 3 ലെവലായപ്പോഴാണ് നിർത്തിയത്. അതായത് ഈ ഒരു ഡിവിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴാണോ ഒരു സിംഗിൾ ബ്ലോക്ക് വരെ എത്തുന്നത് ആ ബ്ലോക്ക് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ പ്രൊസീജിയർ അപ്പോൾ ലാസ്റ്റ് ഏത് ലെവലാണോ എത്തുന്നത് ആ ലെവലിനെ അപ്പം നമ്മൾ ടോപ്പ് ലെവൽ എന്ന് പറയും. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കി 3rd ലെവലാണ് നമ്മളിവിടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. ദെൻ ഡേറ്റ ബ്ലോക്കിൻ്റെ അടുത്ത് കിടക്കുന്ന തന്നെ ഫസ്റ്റ് ലെവൽ, അത് കഴിഞ്ഞിട്ടുള്ള 2nd 3rd 4th അങ്ങനെ വരും. അപ്പോൾ എവിടെയാണ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഒരു സിംഗിൾ ബ്ലോക്ക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് നമ്മൾ ടോപ്പ് ലെവൽ എന്ന് പറയും. കിട്ടിയോ? അപ്പം ഇതേ കാര്യം തന്നെ ഞാൻ കുറച്ച് ജനറലായിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ ഇൻഡെക്സ് ബ്ലോക്കുകളുടെ എണ്ണം ഞാൻ ഈ ഒരു ഫോമുല വെച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്പം അതിനെയാണ് ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. അത് ഇനി പറഞ്ഞു ചിലപ്പോൾ കൺഫ്യൂഷനാവും. ഞാൻ ഈ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞേക്കുന്നത് ദാറ്റ് ഈസ് ഓരോ വട്ടം ഇവിടെ എത്ര ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു അതായിരിക്കും ഇവിടുത്തെ എൻട്രി. മനസ്സിലായോ? ഇവിടെ അപ്പോൾ ഇനി എത്ര ബ്ലോക്ക് വേണം എന്നറിയാൻ ആ എൻട്രി ഡിവൈഡഡ് ബൈ ഫാൻ ഔട്ട് ചെയ്യുമ്പം ഇവിടെ എത്ര ബ്ലോക്ക് വേണമെന്ന് മനസ്സിലാവും. ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ അതാണ് ഇവിടുത്തെ എൻട്രി. അപ്പോൾ ഇവിടെ എത്ര ബ്ലോക്ക് വേണമെന്ന് അറിയണമെങ്കിൽ ഈ എൻട്രി ഡിവൈഡ് ബൈ F0. വീണ്ടും ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ അതാണ് ഇവിടുത്തെ എൻട്രി. ഇവിടെ എത്ര ബ്ലോക്ക് യൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഈ വന്ന എൻട്രി ഡിവൈഡ് ബൈ F0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ എപ്പോഴാണോ ഈ വാല്യൂ 1 ആവുന്നത് അതുവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങിൻ്റെ എത്ര ലെവൽ ഇൻഡെക്സിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഈ 3rd ലെവൽ ഇൻഡെക്സിങ് ആണെന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അത് ഞാനിവിടെ ജനറലി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം അതിന് നമ്മൾ T എന്നാണ് പറയുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ ഫിഗർ എക്സാമ്പിൾ പറയുമ്പം Tയുടെ വാല്യൂ 3 ആണ്. കാരണം 3 ലെവൽ വെച്ചിട്ട് നമ്മൾ ഒരു സിംഗിൾ ബ്ലോക്കിലോട്ട് എത്തി. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 3 ലെവൽ ഇൻഡെക്സിങ് എന്നാണ് പറയുന്നത്. 3rd ലെവലിനെ ആയിരിക്കും നമ്മൾ ടോപ്പ് ലെവൽ എന്ന് പറയാം. അപ്പം ഇനി ഒരു കാര്യം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബ്ലോക്ക് ദാറ്റ് ഈസ് ഇൻഡെക്സിങ് ബ്ലോക്കിലൊരു ബ്ലോക്ക് ആക്സസിങ് നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എത്ര ബ്ലോക്ക് ഉണ്ടോ +1 കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. കാരണം ദെൻ ഡേറ്റ ബ്ലോക്കിലും കൂടെ ആക്സസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം എത്ര ലെവൽ ഉണ്ടോ +1 ബ്ലോക്ക് ആക്സസുകൾ നമ്മളിവിടെ നടത്തേണ്ടി വരും. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ലെവൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ +1 ബ്ലോക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമുക്കൊരു മൾട്ടി ലെവൽ ഇൻഡെക്സിങ് വഴി നമുക്കൊരു ഡേറ്റാനെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? അത് ഇപ്പോൾ പറഞ്ഞ പ്രൈമറിക്കാളും സെക്കൻഡറിക്കാളും ഒക്കെ വളരെ കുറവാണ് ഈ വാല്യൂ. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും ബൈനറി സെർച്ചിങ്ങിനേക്കാളും കുറച്ചും കൂടെ സ്മോളർ ആയിരിക്കുമെന്ന് അവർ ആദ്യമേ നമ്മൾ സെൻറ്റൻസ് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഇനി അതായത് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ലെവൽ ഫോർ എക്സാമ്പിൾ നമ്മളിതൊരു ജനറലായിട്ട് പറയുവാണെങ്കിൽ, കാരണം അതായത് നമുക്കൊരു ഐഡിയ കിട്ടാൻ മാക്സിമം ഇതിന് ഒരു എത്ര ലെവൽ ഒരു തന്നേക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബ്ലോക്കിന് എത്ര ലെവൽ വരെ വരാം എന്ന് ജനറലി കണ്ടുപിടിക്കാൻ ഒരു ഫോമുലയാണിത് കേട്ടോ. സപ്പോസ് നമുക്ക് ഒരു ഫസ്റ്റ് ലെവലിന് R1 എൻട്രീസ് ഉണ്ടെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എത്ര ലെവൽ വരെ വരാമെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോഗ് f0 ടു ദ ബേസ് r1. ഈ ഒരു ലോഗ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാക്സിമം ഇതിന് എത്ര ലെവൽ വരെ കിട്ടുമെന്ന്. മനസ്സിലായോ? അപ്പം ഇതാണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എടുത്ത r1 എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലെ ഇവിടെ എത്ര എൻട്രികളുണ്ടായിരുന്നു? 8 ഫസ്റ്റ് ലെവലിന് കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നത്. അതായത് r1ൻ്റെ വാല്യൂ ഇവിടെ പറയുന്നത് എത്ര? 8. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കിയേ. ലോഗ് ഇവിടുത്തെ f0 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് 2 അല്ലേ? കാരണം എക്സാമ്പിൾ ചുമ്മാ പറയുക കേട്ടോ. ഇവിടുത്തെ കാരണം ഓരോന്നിനും ഫാൻ ഔട്ട് വന്നേക്കുന്നത് 2 അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ലോഗ് 2 ടു ദ ലോഗ് 8 ടു ദ ബേസ് 2 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരും? 3 എന്നല്ലേ? ആ 3 അല്ലേ ഇവിടെ നമ്മളിവിടെ കണ്ടുപിടിച്ചത്? കണ്ട 3 ലെവലല്ലേ വന്നോളൂ. അപ്പോൾ നമുക്ക് സിംപിളി ഇങ്ങനൊരു ഫോർമുല യൂസ് ചെയ്താൽ മാക്സിമം അതിനകത്ത് എത്ര ലെവൽ വരെ വരും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. അപ്പം ബ്ലോക്ക് എക്സസ് എന്ന് വെച്ചാൽ +1 ബ്ലോക്ക് എക്സസ് മതിയാവും. പക്ഷേ അത് ഓരോ ഒരു പ്രോബ്ലമായിട്ട് വരുമ്പോൾ അത് ഓരോന്നിനും എത്ര ബ്ലോക്കുകൾ വേണം എന്നൊക്കെ നമ്മൾ കാണിച്ചു. എത്ര ലെവൽ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ ഫോമിൽ വെച്ചിട്ട് എത്ര ലെവൽ വേണ്ടി വരും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം ആകുമ്പോൾ ഒരു ഇച്ചിരി വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അടുത്ത് ഞാനൊരു പ്രോബ്ലം ആയിരിക്കും ഇതിന് പറഞ്ഞു തരുന്നത്. അപ്പം മൾട്ടി ലെവൽ ഇൻഡെക്സ് മനസ്സിലായോ? ഉള്ളതിനൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. മൾട്ടി ലെവൽ ഇൻഡെക്സിങ് ആകുമ്പോൾ നമുക്ക് ആദ്യം ഫാൻ ഔട്ടിൻ്റെ കോൺസെപ്റ്റ് അറിയണം. ബ്ലോക്കിംഗ് ഫാക്ടർ തന്നെയാണ് ഫാൻ ഔട്ട്. അതാണ് ഒരു ബ്ലോക്കിൽ നിന്നും എത്ര ബ്ലോക്കിലോട്ട് അതിന് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫാൻ ഔട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് സിമ്പിൾ. ഇത് നമ്മളൊരു മൾട്ടി ലെവൽ ഇൻഡെക്സിനെ സെർച്ച് ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്ക് ബ്ലോക്ക് ടു ദ f0 ബ്ലോക്ക് ആക്സസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് പല ലെവലിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ലേറ്റർ ബ്ലോക്കായിട്ട് ഡയറക്റ്റ് കണക്ഷനിൽ നിൽക്കുന്നതിന് ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ബേസ് ലെവൽ എന്ന് പറയും. അങ്ങനെ എപ്പോഴാണോ അതൊരു സിംഗിൾ ലെവൽ ബ്ലോക്ക് ആവുന്നത് അന്നേരം അതിനെയാണ് ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സിങ് പ്രൈമറിയോ ക്ലസ്റ്ററിങ്ങോ സെക്കൻഡറി ഏത് ഇൻഡെക്സിങ് വേണമെങ്കിലും ആവാം. ദെൻ ഡേറ്റ ബ്ലോക്കിൽ നിന്നും ആ ഇൻഡെക്സിങ്ങിലോട്ട് ഓരോ ലെവലിലും ഇൻഡെക്സിങ്ങിലോട്ട് ഇങ്ങനെ കണക്ഷനുണ്ട്. എപ്പോഴാണോ നമ്മൾ ആ ഒരു ടോപ്പ് ലെവലിലോട്ട് എത്തുന്നത് അത്രയും പ്രാവശ്യം നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അതിനെ ടോപ്പ് ലെവലിൽ നിന്നും ഡേറ്റ ബ്ലോക്കിന് ഇവിടുന്ന് ഇതിനെ ബേസ് ലെവൽ എന്നാണ് പറയുന്നത്. ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ അതാണ് ഇവിടുത്തെ എൻട്രി. ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ അതാണ് ഇവിടുത്തെ എൻട്രി. ഇവിടെ എത്ര ബ്ലോക്ക് ഉണ്ടോ അതാണ് ഇവിടുത്തെ എൻട്രി. ദെൻ ഇവിടെ എപ്പോഴാണ് 1 ആവുന്നത് അത് വെച്ച് റിപ്പീറ്റ്. അപ്പോൾ ഇവിടെ 3 ആണ്. ഈ 3 ലെവലുള്ളതുകൊണ്ട് ഇറ്റ്സ് എ തേർഡ് ലെവൽ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് ആണ്. അപ്പം നമ്മൾ ഈ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഡേറ്റ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ മൊത്തം നമുക്ക് t+1 ദാറ്റ് ഈസ് ഇവിടെ 3 ആയതുകൊണ്ട് 3+1 ബ്ലോക്കുകൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡേറ്റ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊരു പ്രോബ്ലം വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം.